നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ CBSE ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട് എന്താണ് റിയൽ നമ്പേഴ്സ് എന്നൊക്കെ അല്ലേ. നമ്മുടെ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പേഴ്സും എല്ലാം ചേർന്നതാണ് നമ്മുടെ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇറാഷണൽ നമ്പറിനെ പറ്റിയിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. √2, √3, √5 ഒക്കെ ഇറാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതിന് ശേഷമാണ് നമ്മൾ ഈ 10th ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുന്നത്. അപ്പം ഇതുവരെ നമ്മൾ ഈ ഒരു റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താ മുന്നേ പഠിച്ചത് അതും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ മുന്നേ 9th 8th ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നമുക്ക് മെമ്മറി ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് LCM കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. LCM എന്ന് പറയുന്നതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. എങ്ങനെ നമ്മൾ LCM കാണുക? നമുക്കിപ്പോൾ 2 നമ്പറോ അല്ലെങ്കിൽ 3 നമ്പേഴ്സോ 2 നമ്പേഴ്സോ ഏതായാലും നമ്മൾ അതിൻ്റെ എന്ത് കാണണം? പ്രൈം ഫാക്ടറൈസേഷൻ കാണാം അല്ലേ. ഫാക്ടറൈസേഷൻ എല്ലാം നല്ല പോലെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നമ്മളതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടതിന് ശേഷം അതിലുള്ള എല്ലാ പ്രൈം ഫാക്ടേഴ്സും നമ്മൾ എടുക്കണം. LCMൽ അങ്ങനെയാണ്. എല്ലാ പ്രൈം ഫാക്ടേഴ്സ് വിത്ത് ഹയസ്റ്റ് പവറാണ് നമ്മൾ എടുക്കേണ്ടത്. അത് എടുത്തതിന് ശേഷം നമ്മൾ അതിനെ എല്ലാത്തിനും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? LCM കിട്ടുക. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് നമ്മളൊന്ന് വീണ്ടും ഒന്ന് ഓർക്കുകയാണ്. അതേപോലെ അടുത്തതാണ് HCF, അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് തന്നിരിക്കുന്ന ഓരോ നമ്പറിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ കാണും. പക്ഷേ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ അതിലെ കോമൺ പ്രൈം ഫാക്ടേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. കോമൺ ആയിട്ടുള്ളത് ഇപ്പോൾ 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ള പ്രൈം ഫാക്ടറുകൾ മാത്രം സെലക്ട് ചെയ്യുന്നു. വിത്ത് ദയർ ലോവസ്റ്റ് പവർ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓൺലി 1 ടൈം. അതിനുശേഷം ആ കോമൺ ഫാക്ടറുകൾ മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് HCF അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ LCM കാണാനും HCF കാണാനും പ്രൈം ഫാക്ടറൈസേഷനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒക്കെ ഒന്ന് നമ്മളൊന്നും കൂടി ഓർക്കുക. പിന്നെ നമുക്ക് ഇറാഷണൽ നമ്പേഴ്സ് പറഞ്ഞില്ലേ. റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ അതിൽ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പേഴ്സും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ റിയൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാഷണൽ നമ്പർ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് റിയൽ നമ്പർ തന്നെയാണ്. പക്ഷെ നമുക്കതിനെ ഫ്രാക്ഷനായിട്ട്, അതായത് P/Q നമ്മൾ എഴുതും അല്ലേ. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ P/Q എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാനായിട്ട് സാധിക്കാത്ത നമ്പറുകളാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ P/Q എന്നുള്ള ഫോമിൽ, അതായത് ഫ്രാക്ഷനായിട്ട് നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. Pയും Q അവിടെ എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. പോസിറ്റീവ്, നെഗറ്റീവ്, 0 നമ്പർ ചേർന്നാണ് നമ്മുടെ ഇൻറ്റിജേഴ്സ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇൻറ്റിജേഴ്സ് ആയിരിക്കും. പിന്നെ Q ഡിനോമിനേറ്റർ ആയതുകൊണ്ട് അത് 0 ആവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇറാഷണൽ നമ്പർ. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. നമ്മൾ 2 ഇറാഷണൽ നമ്പർ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ് എപ്പോഴും ഇറാഷണൽ ആവണമെന്നില്ല. ചിലപ്പോൾ റാഷണൽ ആവാം, ചിലപ്പോൾ ഇറാഷണൽ ആവാം. അതുപോലെ 2 ഇറാഷണൽ നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സം എന്ന് പറയുന്നതും ചിലപ്പോൾ ഇറാഷണൽ ആവാം, ചിലപ്പം അതെന്താവാം? റാഷണൽ നമ്പർ ആവാം. ആ പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം നമ്മൾ 9th 8th പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ 10th പുതുതായിട്ട് പഠിക്കേണ്ടത് എന്താണ്? അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. നമ്മുടെ തിയറം 1.1. അപ്പോൾ ആദ്യം നമുക്ക് ആ തിയറം എന്താണെന്ന് നോക്കാം. Every composite number can be expressed അല്ലെങ്കിൽ factorized as a product of primes, and this factorization is unique apart from the order in which the prime factors occur. അപ്പോൾ പ്രൈം നമ്പർ എന്താണെന്നുള്ളതും കോമ്പോസിറ്റ് നമ്പർ എന്താണെന്നുള്ളത് നമുക്കറിയാലോ. പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് കാണുമ്പോൾ അതിൽ ആ നമ്പറും 1ഉം മാത്രമേ പ്രൈം നമ്പറിന് ഉണ്ടാവുള്ളൂ അല്ലേ. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 6 എടുത്തു അല്ലേ. 6 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണോ കോമ്പോസിറ്റ് നമ്പർ ആണോ? കോമ്പോസിറ്റ് നമ്പർ ആണ് അല്ലേ. കാരണം അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ നമുക്ക് 2 × 3 വരുന്നുണ്ട്. അതേസമയം ഇപ്പോൾ 5ൻ്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 1 × 5 മാത്രമേ വരുള്ളൂ. അതായത് ആ നമ്പറും 1ഉം മാത്രമേ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരാൻ പാടുള്ളൂ. അതാണ് പ്രൈം നമ്പറും. അതല്ലാത്ത നമ്പറുകളാണ് കോമ്പോസിറ്റ് നമ്പറും. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് അത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കോമ്പോസിറ്റ് നമ്പർ, എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക. നമ്മളതിനെ ഫാക്ടറൈസ് ചെയ്ത് വരുമ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? പ്രൈം നമ്പറുകളുടെ പ്രോഡക്റ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ 2 × 3 × 5 × അങ്ങനെ, അല്ലെങ്കിൽ 2 × 5 × 7 അങ്ങനെ അതിൻ്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുന്ന ആ ഫാക്ടറൈസേഷൻ
എന്തായിരിക്കും? ഇപ്പോൾ 6ന് നമ്മളിവിടെ 2 × 3, അതായത് ഇതിൻ്റെ ഒരു ഫാക്ടറൈസേഷനാണ് 6ൻ്റെ അല്ലേ. അപ്പോൾ അത് അങ്ങനെ എഴുതുന്ന ഫാക്ടറൈസേഷൻ എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും എന്നാണ് പറയണത്. പ്രൈം നമ്പറുകളിൽ എഴുതുന്ന ഫാക്ടറൈസേഷൻ യുണീക്ക്, അതായത് ആ നമ്പർ നമുക്ക് വേറൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതാണ് അവിടെ പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഓർഡർ മാറ്റി എഴുതാം. അപ്പോൾ 2 × 3നെ നമുക്ക് 3 × 2 എന്ന് എഴുതാം, പക്ഷെ രണ്ടും സെയിം തന്നെയല്ലേ, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ഓർഡർ മാറ്റി എഴുതാമെന്നല്ലാതെ വേറെ നമ്പറുകൾ വെച്ചിട്ട് നമുക്കതിനെ ഫാക്ടറൈസേഷൻ അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അത് യുണീക്കും ആണ്, ഓർഡർ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിൽ പറയുന്നത്. അപ്പോൾ ഈ തിയറം നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ 6, ഇപ്പം നമ്മളൊരു 10 എടുക്കുകയാണ്. 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5. അതിന് നമുക്ക് വേണമെങ്കിൽ 5 × 2 എന്ന് എഴുതാം. ഇതല്ലാതെ നമുക്ക് 10നെ വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് കുറച്ചും കൂടി വലിയ നമ്പറുകൾ, അതായത് ഇവിടെ ഇപ്പോൾ 2 നമ്പറല്ലേ വരുന്നുള്ളൂ. ഇപ്പോൾ ഇത് 2 × 5 × 7, അപ്പോൾ എത്ര വരും? 70 അല്ലേ. അപ്പോൾ 70 എന്ന് പറയുന്ന നമ്പറിൽ 3 നമ്പറുകൾ അവിടെ വന്നു അല്ലേ. 3 പ്രൈം നമ്പറുകളുടെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്കവിടെ 70 വന്നത്. അപ്പോൾ 2 നമ്പറുകളുടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ കുറച്ചും കൂടി വലുതെടുക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഇവിടെ 2 × 2 × 5 × 7, അപ്പോൾ എന്ത് വരും? അവിടെ ഇപ്പോൾ 140 വരും അല്ലേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രൈം നമ്പേഴ്സ്, 2, 3, 4, 5 അങ്ങനെയുള്ള പ്രൈം നമ്പേഴ്സുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വലിയ വലിയ നമ്പറുകളിലൊക്കെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ജനറലായിട്ട് ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ P1 × P2 × P3 × എക്സെട്ര × Pn. നമുക്കറിയില്ല അതിൽ എത്ര പ്രൈം നമ്പറുകൾ വരുന്നു അത്രയും പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഈ P1 P2 എക്സെട്ര Pn എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഇവിടെ 2 × 5 എന്നൊക്കെ പറയുന്നില്ല, അത് തന്നെ. അതൊക്കെ എന്തായിരിക്കണം? പ്രൈം ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നമുക്കിതിന് 6 × അങ്ങനെ എന്ന് പറയുന്നത് എഴുതാൻ പാടില്ല, കാരണം 6 അവിടെ പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ P1 P2 എക്സെട്ര Pn എന്നൊക്കെ പറയുന്നത് പ്രൈം നമ്പറുകളായിരിക്കണം. അതായത് നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കണം? അസെൻഡിങ് ഓർഡറിലാണ് എഴുതുന്നത്. അസെൻഡിങ് എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലെ ആ ഒരു ഓർഡറിൽ വേണം എഴുതാൻ. കാരണം ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവണം P1 ആണ് ചെറുത്. ഇവിടെ കണ്ടില്ല, നമ്മളിവിടെ എഴുതിയപ്പോൾ 2, അല്ലാതെ 5 × 2 × 2 × 7 × 2 അങ്ങനെ നമുക്ക് എഴുതാം. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ചെറിയ നമ്പർ ആദ്യം അസെൻഡിങ് ഓർഡറിലാണ് എഴുതുന്നത്. അപ്പോൾ P1, അത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലുത് P2, അങ്ങനെ പോയിട്ട് Pn. അപ്പോൾ ആ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായാലും ഈ തിയറത്തിനെ പറ്റിയിട്ട്. ഇനി നമുക്കതിൽ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. 32,760. അപ്പോൾ ഇതിന് നമ്മളിത് കണ്ടോ, പ്രൈം ഫാക്ടറൈസേഷൻ ആയിട്ട് എഴുതാൻ പോവുകയാണ്. ആദ്യം നമുക്കിതിനെ 2ൽ തുടങ്ങാം അല്ലേ. 2 ഉണ്ടെങ്കിൽ നമുക്ക് 2ൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് എഴുതുന്നത്. 2 × എന്ത് വരും? ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 16,380. വീണ്ടും ഇനി 2ന് നമുക്ക് ഇനി അഗെയിൻ ഫർദർ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് 2 അവിടെ നിർത്തി. ഈ 16,380 എങ്ങനെ എഴുതാം? അഗെയിൻ അതിനെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 × 8,190 ആണ് ഈ 16,380 എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വീണ്ടും ചെയ്തു. വീണ്ടും ഈ 2 അവിടെ നിർത്തി. 2ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. 8,190 നമ്മൾ 2 × 4,095 എന്ന് പറഞ്ഞ് ചെയ്തു. ഇനി ഇതിനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് ഇനി ചെയ്യാൻ പറ്റില്ല. ഇതിന് തന്നെ നമ്മൾക്ക് ഇനി 2 പോവോ? ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത പ്രൈം നമ്പർ 3 ഉണ്ടോ നോക്കി. അപ്പോൾ 3ൽ പോവും. അപ്പോൾ 3 × 1,365. ഇനി വീണ്ടും 1,365 3 അഗെയിൻ പോകുന്നുണ്ട്. 3 × 455. വീണ്ടും 455 ഇനി 2ൽ 3ൽ ഇനി 5 പോകുന്നത്. 5 × 91 ആണ്. 91 എന്ന് പറയുന്നത് 7 × 13. അത് നമ്മൾ അങ്ങനെ ചെയ്ത് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇപ്പോൾ 32,760യുടെ പ്രൈം ഫാക്ടറൈസേഷൻ. നമ്മളൊരു ട്രീ ഡയഗ്രാം പോലെ അങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി എങ്ങനെ എഴുതാം നോക്ക്. ഇവിടെ നമ്മൾ 2 1 2 3 ടൈംസ് 2 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 × 2 പിന്നെ 3 അവിടെ 2 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ 3 എഴുതണം. കണ്ടോ, അസെൻഡിങ് ഓർഡറിൽ വേണം എഴുതാം. പിന്നെ ആരുണ്ട്? 5 ഉണ്ട്, പിന്നെ 7, ഈ 13 കൂടി എഴുതണം കേട്ടോ. അതുവരെ നമ്മൾ എഴുതണം. എല്ലാം പ്രൈം നമ്പറുകളല്ലേ അല്ലേ? എല്ലാം നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി. എല്ലാം പ്രൈം നമ്പറുകളാണ്. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഈ കോമ്പോസിറ്റ് നമ്പർ 32,760 കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദിസ് നമ്പർ. പക്ഷെ നമുക്കിതിനെ പവറായിട്ട് എഴുതാം അല്ലേ. 2 അവിടെ 3 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2³ × 3². 3 അവിടെ 2 ടൈംസ് ആണ്. × 5 × 7 × 13. അതെല്ലാം നമുക്ക് ഓരോ പ്രാവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൂടുതൽ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പവറുകളായിട്ട് എഴുതാം.
അപ്പോൾ ഇതാണ് ഈ ഒരു നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഓരോ നമ്പറിനെയും നമുക്കിതുപോലെ എഴുതാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുക, അതിങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഓരോരോ എക്സാമ്പിളായിട്ട് കാണാം. അപ്പം ഇന്ന് ഈ ക്ലാസ്സിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് എക്സാമ്പിളുകൾ നമ്മുടെ ടെക്സ്റ്റിലുള്ളത്, അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്